നേരത്തെ ഇവിടെ സൂചിപ്പിച്ച UDF ഗവൺമെന്റ് ഒറ്റപ്പെട്ട പാഠപുസ്തക വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചു DYFIയും SFIയും നടത്തുന്ന സമരങ്ങളിൽ കയറി ചെന്ന് ഈ പോലീസുകാരെ വെച്ച് കുഴപ്പമുണ്ടാക്കുവാനുള്ളൊരു ശ്രമം കുരുട്ടുബുദ്ധിയുടെ മോശികരമായ ഉമ്മൻചാണ്ടി ഈ കോഴിക്കോട് പയറ്റാൻ തീരുമാനിച്ചു. അതിന് ചില ആളുകളെ ചുമതലപ്പെടുത്തി. ആ പോലീസുകാർക്ക് ഇന്ന് ഈ ദിനമാണ്, ഏപ്രിൽ ഫൂളാണ്. അവരൊക്കെ വെള്ളികളായി കഴിഞ്ഞു. പോലീസ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന DYFIയുടെ പ്രവർത്തകരെ കണ്ടപ്പോൾ രണ്ട് രീതിയിലാണ് മനസ്സിൽ കാര്യമുള്ളത്. ഉമ്മൻചാണ്ടി ഏൽപ്പിച്ച് സമരം കയറിപ്പറ്റി കുളത്തോണ്ടാൻ ഉദ്ദേശിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ചിലർ അവരുടെ മനസ്സിൽ ലഡുകൊണ്ടു. വന്നിരിക്കുന്നവരാരും മോശമല്ല, പണ്ട് തന്നെ കാര്യത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാക്കാം, ആ കുഴപ്പത്തിന്റെ ഭാഗമായി അക്രമമാണെന്ന് വരുത്തി തീർത്ത് പാഠപുസ്തക വിഷയത്തിൽ നിന്നും അജണ്ടയെ വഴിമാറ്റാം എന്ന് ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് ഇന്ന് ഏപ്രിൽ ഫൂളായി ആഘോഷിച്ചുകൊള്ളാൻ ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടു. പിന്നെ ഈ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം, പോലീസ് ഈ സമരത്തോടും കഴിഞ്ഞ് 4 കൊല്ലക്കാരും എടുക്കുന്ന സമീപനവും ഒക്കെ തന്നെ ഇതുപോലെ മാർച്ചുകളിൽ ഞങ്ങൾ വിശദീകരിച്ചാണ്. പോലീസുകാരും കേട്ട് ബോറടിച്ചിട്ടുണ്ടാകും. ബോറടിച്ച കുട്ടികൾ ഇയർഫോണിൽ പ്രേമത്തിന്റെ സിനിമയിലെ പാട്ട് കേട്ട് അവിടെ ഇരിക്കാം, അതാണ് നല്ലത്. ഞങ്ങളത് പറയും. ഇവിടെ DYFI ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യം രണ്ടാണ്. ഒന്ന്, പാഠപുസ്തകം കുട്ടികൾക്ക് എത്തിക്കാത്തതിന്റെ കാരണമായ കെടുകാര്യസ്ഥത, പിടിപ്പുകേട്, അഴിമതി, ഇതിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തുക. കേരളത്തിന്റെ സ്വകാര്യ ദുരന്തമായ അബ്ദുറബിനെ തൽക്കാലത്തെങ്കിലും മാറ്റി നിർത്തുക, ഈ ധോണിയൊക്കെ മാറ്റി പോകുക. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ മുദ്രാവാക്യം. രണ്ടാമത്തത്, നേരത്തെ സഖാവ് നിഖിൽ ഇവിടെ സൂചിപ്പിച്ചു, അശ്വിനി സൂചിപ്പിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല. പോലീസ് രാജാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, പോലീസ് രാജാക്കി മാറ്റി ലാത്തി കൊണ്ട് അടിച്ച് സമരത്തെ ഇല്ലാതാക്കി. ഇതാ രണ്ടാമത്. ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷെ ഇത് DYFI ആണെന്ന് ഓർമ്മ വേണം. ലാത്തിയും ടിയർ ഗ്യാസൊക്കെ കണ്ടാൽ അടിവസ്ത്രം നനയുന്ന KSU യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് അല്ല, ഇത് DYFI പ്രസ്ഥാനമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. ഈ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ വരുന്നത്. എന്നാൽ കഴിഞ്ഞ കമ്മീഷൻ ഓഫീസ് മാർച്ച് പെട്ടെന്ന് തീരുമാനിച്ചു. ആ മാർച്ചിൽ പോലീസ് എടുത്ത സമീപനത്തിൽ നിന്ന് ഇത്തിരി പിറകോട്ട് ചില പോലീസുകാർ പോയിട്ടുണ്ട്. ആ പോയത് നല്ലത് തന്നെ. അതിന്റെ കാരണം എന്താണെന്ന് അന്ന് ആ മാർച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സമരത്തിൽ നിങ്ങൾ ഞങ്ങളെ ലാത്തി കൊണ്ടടിച്ച് തിരിച്ച് വീട്ടിൽ പോയാൽ വീട്ടിന്റെ ഉമ്മറത്ത് ചൂലുമായി നിങ്ങളുടെ ഭാര്യമാർ കാത്തു നിൽക്കുന്നുണ്ടാകും. ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള പുസ്തകത്തിന് വേണ്ടി സമരം ചെയ്ത DYFIയുടെ പ്രവർത്തകരെ എന്തിന് നിങ്ങൾ ലാത്തി കൊണ്ടടിച്ചു മനുഷ്യ ഈ വീട്ടിൽ കയറണ്ട എന്ന് നിങ്ങൾ നോക്കൂ. പല പോലീസുകാർ ഇപ്പൊ തലയിലൊക്കെ കത്തിത്തൊപ്പിയും മറ്റേതൊക്കെയാണ്, ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ചൂലിന്റെ പാട് കാണാം പല പോലീസുകാരെ. അത് സ്വന്തം വീട്ടിൽ നിന്നും കിട്ടിയ അടിയത്. എന്തിനാണ് ഈ സമയത്ത് പങ്കെടുക്കുന്ന പാവം SFIക്കാരും DYFIക്കാരും നിങ്ങളെ എങ്ങനെ അടിക്കും? നമ്മുടെ കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടിയിട്ട്, പുസ്തകത്തിന് വേണ്ടിയിട്ട്. ഈ കാട്ടുകൊള്ളക്കാരൻ ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും എന്തിനിങ്ങനെ ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന പണിയെടുക്കുന്നു? ഈ ചോദിച്ചു